തെങ്ങും തൈകളിൽ ഏതാണ് നല്ലതെന്നും അതുപോലെ തന്നെ തെങ്ങിന് വരുന്ന ചെല്ലി ശല്യങ്ങൾ എങ്ങനെയൊക്കെ മാറ്റാമെന്നുമാണ് പറയുന്നത്. തെങ്ങ് വയ്ക്കുന്നെങ്കിൽ കുറ്റ്യാടി തെങ്ങാണ് ഏറ്റവും നല്ലത്. കുള്ളൻ തെങ്ങൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ വേഗം നാളികേരമൊക്കെ ഉണ്ടാകും. 3 കൊല്ലം കൊണ്ട് നാളികേരം ഒക്കെ കാച്ച് കിട്ടും. പക്ഷെ നാടൻ തെങ്ങും കുറ്റ്യാടിയൊക്കെ ചെല്ലി വരാൻ വരും എങ്കിലും സാധ്യത കുറച്ച് കുറവാണ്. അതെന്തെന്ന് വെച്ചാൽ ഈ ഗംഗൻ ബോണയുടെ ഉള്ളിലത്തെ പട്ടയ്ക്കൊക്കെ ഒരു മധുരരസം ഉണ്ടാകും മറ്റ് തെങ്ങുകളെ അപേക്ഷിച്ച്. അപ്പോൾ വേഗം ചെല്ലി കുത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടു, എല്ലാം ഇത് ചെല്ലി കുത്തിയതാണ്. പിന്നെ ഇത് നമ്മുടെ പട്ടയുടെ മുരിയാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുറിവിനൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു. ഇപ്പം അങ്ങനെ ഉപയോഗിക്കുന്നില്ല. പണ്ടൊക്കെ നമ്മൾ മുറിവിന് ഇങ്ങനത്തേതാണ് ഉപയോഗിച്ചിരുന്നത്. മുറിവിലേക്ക് തേച്ച് കൊടുത്താൽ മതി, അത് വേഗം ഉണങ്ങി കിട്ടും. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഇംഗ്ലീഷ് മരുന്നൊക്കെയാണല്ലോ. പിന്നെ നമ്മുടെ ഈ ചെല്ലി വന്നു കഴിഞ്ഞാൽ 3 തരത്തിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ എക്കാലക്സ് ആണ്. തെങ്ങിൻ്റെ കടയൊക്കെ വൃത്തിയാക്കി പട്ടയൊക്കെ കളഞ്ഞ്, പിന്നെ ഈ ചെല്ലി കുത്തിയിട്ടുള്ള പട്ടയൊക്കെ നമ്മൾ വെട്ടിക്കളയണം. വെട്ടിക്കളഞ്ഞെങ്കിൽ മാത്രമേ അത് പോകത്തുള്ളൂ. ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഇരിക്കുക, പെട്ടെന്നൊന്നും നമ്മൾ കാണില്ല. വെട്ടി വൃത്തിയാക്കി വരുമ്പോഴായിരിക്കും ഉള്ളിലായിരിക്കും ഈ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം എക്കാലക്സൊക്കെ കലക്കി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതുപോലെ പട്ട കണ്ടു ഉണങ്ങി വീണ് കിടക്കും, ഒടിഞ്ഞു കിടക്കും. അപ്പോൾ നമുക്കറിയാം. അതുപോലെ തന്നെ വലിയ ഓട്ട പോലെയൊക്കെ നമുക്കിതിൽ കാണാം. അതൊക്കെ ഈ ശല്യമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ എക്കാലക്സ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പട്ടകളിലൊക്കെ. പിന്നെ നമുക്ക് പാറ്റഗുളിക വെച്ച് കൊടുക്കാം. പിന്നെ മണലും വേപ്പും പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ട് അത് ഓരോ ഇതിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് 3 നല്ലതാണ് കേട്ടോ. വേപ്പും പിണ്ണാക്കും മണലും അതുപോലെ തന്നെ പാറ്റഗുളിക ഇട്ടിട്ട് മണലും ഇടാം. ഇപ്പം ഇതൊക്കെ വെച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് തെങ്ങിൻ്റെ കൂമ്പ് വരുള്ളൂ നന്നായിട്ട്. അപ്പോൾ ചെല്ലി കുത്തിയാലും ഇതൊക്കെ വെച്ച് കൊടുത്താൽ കൂമ്പ് വന്നോളും. പിന്നെ കുറ്റ്യാടി തെങ്ങാണ് ഏറ്റവും നല്ലത്, വെക്കാനായിട്ട് നല്ലത് കുറ്റ്യാടി തെങ്ങാണ്. അതിന് കേടും കുറവാണ്, പിന്നെ ചെല്ലി വരുന്നതും കുറയും. വന്നു കഴിഞ്ഞാൽ ഈ മരുന്നുകളൊക്കെ ചെയ്യണം. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ ചെല്ലി വന്നു കഴിഞ്ഞാൽ ആ പട്ട വെട്ടി കളഞ്ഞ് അതിൻ്റെ മരുന്നൊക്കെ വെച്ച് അതിൻ്റെ ഇതുപോലെ കവറിട്ട് കെട്ടി കൊടുക്കണം. അത് മഴ പെയ്താൽ അതിൽ കൂടെ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും ഒരു കവറിട്ട് കെട്ടി, അല്ലെങ്കിൽ മരുന്നുകൾ തേച്ച് കൊടുക്കാം. ഏതെങ്കിലും ബോഡോ മിശ്രിതമോ അല്ലെങ്കിൽ ഇൻഡോഫിലോ ഏതെങ്കിലും മരുന്നുകൾ ഒന്ന് തേച്ച് കൊടുക്കണം. കെട്ടി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, വെള്ളം ഇറങ്ങാതിരിക്കാനായിട്ട്. പിന്നെ നാടൻ തെങ്ങൊക്കെ ആണെങ്കിൽ അത്ര വേഗം കുഴപ്പം വരും എങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്ത് പട്ട മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അത് വന്നോളും. അപ്പോൾ എല്ലാവരും ഓരോ 5 6 തൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് 3 4 കിട്ടും. അപ്പോൾ അതുപോലെ എല്ലാവരും ഓരോ തെങ്ങും തൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ നാളികേരം ഉണ്ടാക്കാം. നാളികേരം മേടിക്കാൻ നല്ല വിലയാണല്ലോ. അപ്പം നാളികേരമൊക്കെ വെച്ച് അപ്പോൾ ഓരോ തെങ്ങ് വയ്ക്കുക എല്ലാവരും.